ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പതിവ് പോലെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന സോക്സുകളൊന്നും വലിച്ചെറിഞ്ഞ് കളയാതെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ സോക്സ് വെച്ചിട്ടുള്ള കിടിലൻ ഉപയോഗങ്ങളാണ് ഞാൻ ഇന്നതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ രണ്ട് സോക്സ് എടുത്തിട്ടുണ്ട്, രണ്ട് സെറ്റ് സോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് മോളുടെ യൂണിഫോമിൻ്റെ മുമ്പത്തെ സ്കൂളിലേക്ക് പോകുന്നുള്ള സോക്സ് ഉപേക്ഷിച്ചതായിരുന്നു കേട്ടോ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സാധാ സോക്സും കുറച്ച് വലിയ സോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കളയാൻ വെച്ചിട്ടുള്ള സോക്സുകളൊക്കെ ഇതുപോലെ ഒന്ന് പ്രയോജനപ്പെടുത്തുക കേട്ടോ. അപ്പോൾ സോക്സ് വെച്ചിട്ടുള്ള കിട്ടിലെ ഉപയോഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ മൊബൈലുകളൊക്കെ നമ്മൾ ചിലർക്ക് രണ്ട് മൊബൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ വീട്ടിലെല്ലാവർക്കും മൊബൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ കയ്യിലൊന്നും വെക്കാതെ ഈ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ബാഗിലൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടെണ്ണമൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞിട്ട് സ്ക്രാച്ചൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് താഴെ ബാഗ് തന്നെ താഴെ വീഴുകയാണെങ്കിലോ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ സോക്സുകൾ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് സോക്സിൽ നിന്ന് കെട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ മൊബൈൽ ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ബാഗിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ ഒട്ടും സ്ക്രാച്ചോ ഒന്നും ഡാമേജോ ഒന്നും വരാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ കൊണ്ടുപോകാനായിട്ടും സേഫായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ യാത്രയൊക്കെ പോകുന്നവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. സോക്സിലൊക്കെ വെച്ചിട്ട് മൊബൈൽ കൊണ്ടുപോവുക, സേഫായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ, നമ്മളെ വീട്ടിലിതുപോലെ ഓയിൽ അതുപോലെ വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് വയ്ക്കുന്ന കുപ്പികളുണ്ടായിരിക്കും. അപ്പോൾ ചില്ലിൻ്റെ കുപ്പിയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ എത്ര നമ്മൾ തുടച്ച് വെച്ചാലും ചെറിയൊരു എണ്ണമയം ഇതിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് കയ്യിൽ നിന്ന് വഴുക്കി ആ കുപ്പി തന്നെ താഴെ വിടാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ എടുത്തു കഴിഞ്ഞാൽ അടിയിൽ എണ്ണ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് വയ്ക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ താഴെ വയ്ക്കുമ്പോഴേക്കോ ഓയിലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള കിടിലൻ ടിപ്പാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള സോക്സുകൾ ഉണ്ടെങ്കിൽ, പഴയ സോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇറക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് സ്കിപ്പാവുകയൊന്നും ചെയ്യില്ല, കയ്യിൽ നിന്ന് വീഴുകയൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യും. അടിയിൽ നിന്ന് എപ്പോഴും ഓയിലാവില്ല, ജസ്റ്റ് ഒന്ന് സോക്സ് ഒന്ന് എടുത്തിട്ട് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ എണ്ണ കുപ്പികളും അതുപോലെ താഴെ നിന്ന് എണ്ണ ആവാതെ നല്ല വൃത്തിക്ക് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും സോക്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ, ഇപ്പം ഇതുപോലെയുള്ള കുടകൾ നമ്മളിപ്പം മഴക്കാല സീസൺ ആയതുകൊണ്ട് കുടകളൊക്കെ യൂസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുടകൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇവിടേക്ക് വെക്കാതെ ചിലപ്പോൾ തിരഞ്ഞു നോക്കുമ്പോൾ കാണില്ല, അതല്ലെങ്കിൽ തുരു പിടിക്കാൻ പോയി ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പൊടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ ഇതുപോലെ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് റബ്ബർ പാൻറ്റൊക്കെ ഇട്ട് സെക്യൂർ ചെയ്ത ശേഷം നമുക്ക് കബോർഡിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ വരികയും ചെയ്യും, അല്ലെങ്കിൽ സേഫായിട്ട് ഇരുന്നോളും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഹിജാബ് പിന്ന്, ചെറിയ സേഫ്റ്റി പിന്നുകൾ, നല്ല പിന്നുകൾ, ഭംഗിയുള്ള പിന്നുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനുള്ള കിടിലൻ ടിപ്പാണ്. ചിലരൊക്കെ അവിടെ ഇവിടേക്ക് ഇട്ട് വെച്ചിട്ട് എവിടെയാണെന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ തപ്പി നടക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഡിസ്പോസിബിളിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒരു സോക്സ് ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തി വയ്ക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഭംഗിയിലാക്കിയിട്ട് നമുക്കിതുപോലെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ കബോർഡിലോ ഒക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏത് കളർ വേണമെങ്കിലും അതിന് എടുക്കാം. അതുപോലെ സേഫ്റ്റി പിന്ന് ഇതുപോലെ കുത്തി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എവിടെയും തിരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നും വരില്ല. അപ്പോൾ ഇത് ചെറിയൊരു ഡിസ്പോസിബിളുള്ള ഗ്ലാസും സോക്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കാര്യം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പെന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ യാത്രയിലേക്കൊക്കെ പോകുമ്പോൾ വീട്ടിൽ വെച്ച് പോകാം, ഗോൾഡൊന്നും വെച്ച് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ചിലപ്പോൾ അങ്ങനെ അധികം ടൂറൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴോ ചിലപ്പോൾ ഗോൾഡൊന്നും ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ടെൻഷനാണല്ലേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ പോവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ സോക്സിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ട്രാവൽ ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ വാനിറ്റി ബാഗിലോ ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് ഗോൾഡൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ, ടൂർ പോകുമ്പോൾ, പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഷൂകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇട്ട് പോകുന്ന ഷൂവോ അതല്ലെങ്കിൽ ലേഡീസ് ഷൂവോ ജെൻസ് ഷൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ കീപ്പ് ചെയ്യുന്ന ബാഗിൽ വെക്കാൻ ഭയങ്കര മടിയായിരിക്കും. കാരണം മണ്ണ് അഴുക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഷൂ ഒക്കെ ആണെങ്കിൽ, പുതിയതാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല.
അപ്പോൾ അങ്ങനെയുള്ള ഉപയോഗിച്ച ഷൂകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ സോക്സും പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് ട്രാവൽ ബാഗിലൊക്കെ വെച്ച് കൊടുക്കാം. ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാം. നമുക്ക് അതിനൊരു മടുപ്പൊന്നും ഉണ്ടാകത്തില്ലല്ലോ, അഴുക്കാവുന്ന ഒരു പേടിയൊന്നും വേണ്ട. അപ്പോൾ സോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ, ഞാൻ മറ്റേത് കാണിക്കുന്നില്ല, അപ്പോൾ ഇതുപോലെ സോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് മറ്റേ ഷൂ ഒക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ തന്നെ വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് വെച്ച് കൊണ്ടുപോകാം കേട്ടോ. ഇതിനായിട്ട് വേറെ കവറൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാവരും കയ്യിൽ സോക്സൊക്കെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും ലോഷനോ അതുപോലെ എന്തെങ്കിലും പാത്രങ്ങളിൽ നിന്ന് ലിക്വിഡോ എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ഒന്ന് ഈ സോക്സിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ജനൽ കമ്പികളൊക്കെ തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഇതുപോലെ തുടച്ചെടുക്കുകയാണ് പെട്ടെന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ ജനൽ കമ്പികൾ ചിലപ്പോൾ കുറേ നാൾക്ക് ശേഷം തുറക്കുന്ന പൊടികളൊന്നും ഇല്ല. അത് ജസ്റ്റ് കടിച്ചു വരണോട് കൂടിയിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ കൈ കൊണ്ട് സോക്സ് കൊണ്ടുതന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഡെയിലി ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പൊടിയില്ലാതെ നമുക്ക് വീട് നല്ല വൃത്തിക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ജനൽ കമ്പിളികൾ തുടച്ചെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് എന്തെങ്കിലും സൊല്യൂഷൻ ചെറുതായിട്ടൊന്ന് നനച്ച് അതിൽ സൊല്യൂഷൻ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക്. ഇപ്പോൾ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഹസ്ബൻഡെയോ അതല്ലെങ്കിൽ വീട്ടിലുള്ള മക്കളുടെയോ ഒക്കെ ഷർട്ടോ ഒക്കെ നമുക്ക് ജസ്റ്റ് ഇതുപോലെയുള്ള ബ്രഷ് വെച്ച് നമ്മൾ ഉരയ്ക്കാറുണ്ട്. അപ്പോൾ മിക്കതും ഡ്രസ്സൊക്കെ ഡാമേജ് ആവും. ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കീറി പിന്നെ ഇരിക്കാറുണ്ട് അല്ലേ. കുട്ടികളുടെ യൂണിഫോമിൻ്റെ ഷർട്ടൊക്കെ ആണെങ്കിലും ഇതുപോലെ സംഭവിക്കാറുണ്ട്. അങ്ങനെ പറ്റാതിരിക്കാനുള്ള കിടിലൻ ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ബ്രഷ് ഒരു സോക്സിലേക്ക് ഇങ്ങനെ കടത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ സോക്സായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ സോക്സുകൾ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അടുത്ത് വെച്ച് കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും സോപ്പോ ലിക്വിഡോ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഷർട്ടൊന്നും ഡാമേജ് ആവാതെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. ഉണ്ടല്ലേ, കൈ വെച്ച് തന്നെ ജസ്റ്റ് നമുക്ക് വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ ഷർട്ടൊന്നും ഡാമേജ് ആവാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ സോക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ് കാണാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ ചീർപ്പ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ചീർപ്പ് സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ലിക്വിഡ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്ലീനിങ് ലിക്വിഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള സൂത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇവിടെ കുറച്ച് ലിക്വിഡ് നമുക്ക് ഏതെങ്കിലും ക്ലീനിങ് ലോഷൻ ഏതെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാക്കിയ ലോഷൻ എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതേ കണ്ടില്ലേ, ഫ്രിഡ്ജിൻ്റെ ഈ സൈഡിലുള്ള ഇതുണ്ടാവില്ലേ, ബുഷ് ഉണ്ടാവില്ലേ, വാഷർ പോലത്തെ ഭാഗം, അവിടെ അതേ നല്ല അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നാളെ ക്ലീനൊക്കെ ചെയ്തിട്ട് അപ്പോൾ കണ്ടില്ലേ അവിടെ നല്ല അഴുക്ക് പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഓരോരൊറ്റ രീതിയിലൊന്നും കൊണ്ട് വാക്കുമ്പോഴേക്കും അതിൻ്റെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്താൽ പറ്റും. നമുക്ക് കൈ കൊണ്ട് കടക്കാനാവാത്ത ഭാഗങ്ങളിലൊക്കെ ഇത് ചീർപ്പിൻ്റെ അറ്റം കൊണ്ട് നമുക്ക് ഇതുപോലെ സോക്സ് ഇട്ടുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, കാണിച്ചു നല്ല അഴുക്കുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ട് ചെറിയ തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ആ വാഷറിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കും നല്ല സ്മൂത്തായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. കണ്ടില്ലേ, അതുപോലെ ബാക്കിൻ്റെ ഈ സൈഡിലുള്ള വാഷറിൻ്റെ മുകളിലുള്ള അഴുക്കും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടും കേട്ടോ, ക്ലീനായി കിട്ടും. കണ്ടില്ലേ, കാണിക്കുമ്പോൾ അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. സോക്സും ചീർപ്പും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ കൈയെത്താത്ത സ്ഥലങ്ങളൊക്കെ ചെറിയ ആക്കുന്ന ജനലിൻ്റെ സൈഡുകൾ അതുപോലെ ചെറിയ കബോൾഡ് ഇടകൾ ഒക്കെ അതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ടിപ്പ് കാണാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഏങ്ങറും അതുപോലെ തന്നെ 2 സോക്സും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡിലായിട്ട് ഞാൻ ഈ സോക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിച്ച് അറ്റെത്തുന്നവരെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. 2 ഭാഗത്തായിട്ട് ഞാനിത് സോക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അറ്റന്ന് നമുക്ക് നമ്മളെന്തെങ്കിലും ടിപ്പ് ചെയ്യുമ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ തെന്നി പോവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഞാൻ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുകൊണ്ട് എന്ത് ടിപ്പാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജൊക്കെ കിടക്കുന്ന ഇടഭാഗത്തുണ്ടാകത്തില്ല, മീൻസ് ചൂലൊന്നും എത്താത്ത അധികം ഹൈറ്റ് ഇല്ലാത്ത ഭാഗം, അങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെ വെക്കണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി ചൂലൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചൂലോണ്ട് കിടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിലുള്ള സ്ഥലത്ത് കണ്ടില്ലേ പൊടികളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഈ ഹാങ്ങറും ഇതൊക്കെ വെച്ചിട്ട് ആ ഭാഗത്ത് അതുപോലെ കബോർഡിൻ്റെ ഇടകളൊക്കെ ഉണ്ടാവും, അധികം ചൂലുകൊണ്ട് വെച്ച് കിടക്കാൻ പറ്റാത്ത, അപ്പോൾ അധികം കനമില്ലാത്തതല്ലേ ഈ ഹാങ്ങർ ഇതൊക്കെ. അപ്പോൾ അത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതുപോലെ ചില കട്ടിലിൻ്റെ അടി ഭാഗത്തൊക്കെ അധികം ഇങ്ങനെ കാലൊന്നും ഹൈറ്റ് ഇല്ലാത്ത ഇങ്ങനെ നിലത്തോട് ചേർന്ന കട്ടിലൊക്കെ ഉണ്ടാവും.
അപ്പോൾ അതുപോലെ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനത്തെ കബോർഡുകൾ കട്ടിലുകളൊക്കെ ഉണ്ടാവും, അതിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം. അത് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഈ സോക്സിന് ഈ ഒരു ഭാഗമല്ലേ, അറ്റത്തെ ഭാഗം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് എന്താ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പം നേരെ ചൂലെടുത്തിട്ട് നമ്മൾ വീട്ടിൽ അടിച്ചു വരാൻ ഒരു ചൂലെടുക്കാം. ഈ ചൂലിൻ്റെ അതിൽ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 റബ്ബർ പാൻ ഉപയോഗിച്ച് 2 ഭാഗം നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഭാഗത്ത് റബ്ബർ പാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടും അറ്റത്തായിട്ടും നമുക്ക് റബ്ബർ പാൻ ഇട്ട് കൊടുക്കാം. ഉണ്ടല്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ റബ്ബർ പാൻ ഇട്ടിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് എന്താ ചെയ്യുന്നത് നോക്കട്ടെ, എന്ത് ക്ലീനിങ് ആണ് നമുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് എല്ലാ ദിവസവും തുടയ്ക്കാനൊന്നായിട്ട് പറ്റില്ല. പല തിരക്കുകളുള്ള സമയം ഉണ്ടാവും. ഡെയിലി നമുക്ക് തുടയ്ക്കാനും പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ തീരെ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് വരുമ്പോൾ തുടയ്ക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ സോക്സ് ചൂലും ഇട്ടിട്ട് ഇതുപോലെ ഇട്ടിട്ടതിന് ശേഷം നമുക്ക് അടിച്ചു വാരെങ്കിൽ ശരിക്കും എന്താ പറയുക, തുടച്ചെടുക്കുന്ന അതേ ഫീൽ തന്നെ കിട്ടും കേട്ടോ. മുടികൾ, പലതരം അഴുക്കുകൾ, അതുപോലെ തന്നെ നമുക്ക് സെറ്റിയുടെ അടിയിലൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങനെ തിന്നായിട്ടിരിക്കുമല്ലോ ചൂല്, അങ്ങനെ സ്പ്രെഡായിട്ട് ഇരിക്കില്ലല്ലോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് പലതരം സാധനങ്ങൾ കാണാതെ മിക്ക വസ്തുക്കൾ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ പൊടികൾ പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ടീപ്പോയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടകളൊക്കെ അടിക്കാനും ചെറിയ ചെറിയ അഴികളില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഈ ചൂലിൻ്റെ ആ തുമ്പൊക്കെ ഇതിലേക്ക് കടത്തി കൊടുത്തിട്ട് അടിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ സോക്സ് ഇട്ടിട്ടൊന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ശരിക്കും തുടച്ച ഫീൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ സോക്സൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ ചെറിയ പൊടികളടക്കം നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോരും, നല്ല ക്ലീനായിട്ട് നമുക്ക് വീട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ദിവസം തുടച്ചില്ല എന്ന് വെച്ചിട്ട് ഇതുപോലെ സോക്സൊക്കെ ഇട്ടിട്ട് ചൂലുമ്മലിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ കടലേ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ പൊടി അഴുക്കൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോക്സ് ആയതുകൊണ്ട് എന്താ പറയുക, അതിൻ്റെ മുകളിൽ പൊടി പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ചൂലിൻ്റെ മുകളിലല്ലോ പൊടിയൊന്നും പെട്ടെന്ന് അവിടെ തന്നെ കിടക്കുന്ന ചൂല് മാത്രമാണെങ്കിൽ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് കാണാം. അപ്പോൾ സോക്സിൻ്റെ ഈ ഒരു ഭാഗം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ചൂലുമിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്ക സമയത്തും ഈ ചൂലിൻ്റെ പുതിയ ചൂലൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അതായത് കുറേ പുല്ലൊക്കെ ഇങ്ങനെ ഇളകി പോവുകയും ചെയ്യും, അതിൻ്റെ തിക്നെസ്സൊക്കെ കുറയാറുണ്ട്. അതിന് വേണ്ടിയുള്ളൊരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സോക്സ് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് അവിടെ സെക്യൂറായിട്ട് നിന്നോളും. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇട്ട് നമുക്ക് അടിച്ചെടുക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഇളകി പോകുന്നതൊക്കെ തടയാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു തുടക്കത്തിൻ്റെ ഭാഗത്താണല്ലോ, അവിടെ നിന്നാണല്ലോ പെട്ടെന്ന് പുല്ലുകളൊക്കെ ഇളകിപ്പോവുക. അങ്ങനെ ഇളകിപ്പോവുകയൊന്നും ചെയ്യില്ല. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഈ സൈഡിൽ മാത്രമേ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പഠിക്കുന്നതന്നെ ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു റബ്ബർ പാൻറ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സെക്യൂറായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ റബ്ബർ പാൻറ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സെക്യൂറായിട്ട് അവിടെ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുറിച്ച് കൊടുത്താൽ അങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ റബ്ബർ പാൻറ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സേഫായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. കുറേ നാൾ ചൂല് നമുക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും പുതിയ ചൂലൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ സോക്സിൻ്റെ ഈ ഭാഗം വെട്ടിക്കൊടുത്തതിന് ശേഷം, പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇടുകയാണെങ്കിൽ ചൂല് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം. പെട്ടെന്നൊന്ന് ചൂലിൻ്റെ നാരൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ, അപ്പോൾ സോക്സ് ഉപയോഗിച്ചുള്ള എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ